വയനാട് മുത്തങ്ങ വെടിവെപ്പ് കേസിൽ പോലീസ് ഉദ്യോഗസ്ഥനായ കെ.വി. വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടു. വിനോദിനെ വെട്ടിയ രണ്ടാം പ്രതി അശോകൻ മരിച്ചതിനാൽ ശിക്ഷ പ്രഖ്യാപിച്ചില്ല. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൾ സലാമിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികൾ കുറ്റക്കാരെന്നും കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചു. നീണ്ട 23 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു മുത്തങ്ങ കേസിലെ വിധി. സമരസമയത്തുണ്ടായ സംഘർഷത്തിൽ പോലീസ് കോൺസ്റ്റബിൾ കെ.വി. വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിലെ വിധിയാണ് വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി അയ്യൂബ് ഖാൻ പ്രസ്താവിച്ചത്. ഒരാൾ ഒഴികെ എല്ലാവരെയും കോടതി കുറ്റവിമുക്തരാക്കി. കൊലക്കുറ്റത്തിൽ പങ്കാളിയായ അശോകൻ മരിച്ചതിനാൽ ശിക്ഷയും വിധിച്ചില്ല. സമരസമയത്ത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൾ സലാം പരിക്കേറ്റ സംഭവത്തിലും വിധി പ്രസ്താവിച്ചു. ഈ കേസിൽ എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർ കുറ്റക്കാരെന്ന് കണ്ടെത്തി. ഇവർക്ക് 5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. കൊലപാതകം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ CBI പരാജയപ്പെട്ടെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ടി.എം. അബ്ദുൾ റഷീദ് പറഞ്ഞു. 16 വർഷത്തോളമാണ് കേസ് അന്വേഷണം നീണ്ടുവന്നത്. ആദ്യത്തെ 6 മാസം ലോക്കൽ പോലീസ് അന്വേഷിച്ചു. പിന്നീട് CBI ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. CBI കേസ് അന്വേഷിച്ചിട്ട് പോലും 57 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിൽ ഒരു പ്രതിയെ ഒഴിച്ച് മറ്റൊരു പ്രതിക്കുമെതിരെ കൊലപാതക ശ്രമം അല്ലെങ്കിൽ കൊലപാതകം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. വിനോദിന്റെ കൊലപാതകം തെളിയിക്കപ്പെട്ടെന്നും വിധി പകർപ്പ് കിട്ടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും CBIക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബോബി ജോസഫ് വ്യക്തമാക്കി. ഇനി ജഡ്ജ്മെന്റ് കാണണം. അതിൽ നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒബ്സർവേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കത് ചലഞ്ചബിൾ ആണ് എന്തെങ്കിലും എവിടെയെങ്കിലും തോന്നുകയാണെങ്കിൽ നമ്മൾ ചലഞ്ച് ചെയ്യും, ഹൈക്കോടതിയിൽ പോകും. സാമൂഹ്യ അന്തരീക്ഷമാണ് സമരങ്ങൾക്ക് കാരണമെന്നും കോടതി നിരീക്ഷിച്ചു. കേരളത്തിൽ തന്നെ നടന്ന ഏറ്റവും ശക്തമായ ഭൂസമരമായിരുന്നു മുത്തങ്ങയിൽ വനവാസികളുടെ നേതൃത്വത്തിൽ നടന്നത്. വനവാസികൾക്ക് ഭൂമി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് 4200ഓളം പേർ സമരത്തിൽ പങ്കാളികളായി. ഏറ്റവും ഒടുവിൽ വെടിവെപ്പിലും രക്തച്ചൊരിച്ചിലിലും സമരം കലാശിച്ചു. മുത്തങ്ങ കേസിൽ രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കിയ നിർണായക വിധിയാണ് ഇന്ന് വയനാട് ജില്ലാ സെഷൻസ് കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. ന്യായമായ ആവശ്യത്തിനു വേണ്ടിയാണ് സമരക്കാർ സമരം ചെയ്തതെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. വയനാട് ജില്ലാ സെഷൻസ് കോടതിക്ക് മുൻപിൽ നിന്നും ക്യാമറാമാൻ സുശോഭ് KS-നൊപ്പം ശിവദാസ് കന്മനം, ജനം.